സെയിൽസ് കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മളിങ്ങനെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതുപോലെ എന്നറിയോ? നമ്മളൊരു പുതിയ ആളെ കാണുന്ന സമയത്ത് നമ്മൾ പൈസ കടം ചോദിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ പുതിയൊരാളെ കാണുന്ന സമയത്ത് പിറ്റേന്ന് മുതൽ എനിക്കൊരു സങ്കടം ഉണ്ട് എന്ന് സംസാരിക്കാൻ പറ്റും. അതായത് ഒരു എൻഡ് റിസൾട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, തിരിച്ച് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചോദിക്കലല്ലേ ചെയ്യുക. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അത്യാവശ്യ സമയത്ത് കുറച്ച് കടങ്ങൾ കിട്ടും, നമുക്കൊരു വിഷമം ഉണ്ടാവുന്ന സമയത്ത് ആളോട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. പക്ഷേ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ തന്നെ എനിക്ക് സ്പേസ് വേണം, എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് നമ്മൾ ചോദിക്കും എന്ന് പറഞ്ഞ പോലെയാണ് സെയിൽസ് കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഈ കേസ് എല്ലാ കേസിലും അല്ല, ഒരു കണ്ടീഷൻ സപ്ലൈ ആണ്. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അത് കൺവേ ചെയ്ത് ലാസ്റ്റ് കോളിലൊക്കെയാണ് സെയിൽസ്മാൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിലല്ല കേട്ടോ. നമ്മൾ ഇനീഷ്യൽ ഫേസിലാണ് കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് സെല്ല് ചെയ്യാനേ നിൽക്കേണ്ട ആവശ്യമില്ല. ആളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആൾക്ക് ഫീൽ ചെയ്യണം ഓരോ കസ്റ്റമർ ശരിക്കും ഒരു പ്രൊഫഷണൽ ഫ്രണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമല്ലോ. ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് അവരായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യണം, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് റിലേറ്റ് ചെയ്യാനും, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എൻ്റർടൈൻ ചെയ്യാനൊക്കെ പറ്റുമ്പോഴാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡാണത്. എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൻ്റെ, നമ്മുടെ മുന്നിലുള്ള ബിസിനസ്സിൻ്റെ സിനാരിയോയിൽ ആ കസ്റ്റമേഴ്സിനേറ്റവും ഇത്തരത്തിലുള്ള ഒരു എൻഗേജ്മെൻറ്റും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റാം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടാവുക. പലപ്പോഴും മിസ് ഔട്ട് ആവുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെ ഇതുകൊണ്ട് തള്ളുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിൽസിൽ വേണ്ടത് റിലേഷനാണ് ഫസ്റ്റ്, എന്നിട്ടേ സെയിൽസ് ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടീഷൻ സപ്ലൈ ആണ്. നേരത്തെ പറഞ്ഞ പോലത്തെ കണ്ടീഷൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ബേസിക്കലി സെയിൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും നന്നായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ഫ്രണ്ട്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും നല്ല സെയിൽസ്മാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം.